നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നോർവേയിലെ ബോഡോ എന്ന കുഞ്ഞു ടൗണിൽ നിന്നുള്ള ക്ലബ്ബ് ബോഡോ ഗ്ലിംറ്റ് യൂറോപ്യൻ ഫുട്ബോളിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ്. വമ്പന്മാർക്കൊക്കെ പണി കൊടുത്താണ് അവർ മുന്നോട്ട് വരുന്നത്. ഇപ്പോഴിതാ സ്പോർട്ടിംഗ് CPക്കും ആദ്യ പാദത്തിൽ 3-0 പണി കൊടുത്ത് പ്രീ ക്വാർട്ടറിൽ നിന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിരിക്കുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇവരുടെ കുതിപ്പ് നോക്കണം. വമ്പന്മാർക്കാണ് പണി കൊടുത്തുകൊണ്ടേയിരുന്നത്. നോക്കുക, മാഞ്ചസ്റ്റർ സിറ്റിക്ക് കൊടുത്തു, അത്ലറ്റിക്കോ മാഡ്രിഡിന് കൊടുത്തു, പിന്നെ ഇന്റർ മിലാന് കൊടുത്തു. ഇതാ സ്പോർട്ടിംഗ് CP ഇതവണ മികച്ച പ്രകടനമാണ് UCL നടത്തിയിരുന്നത്. അവർ ടോപ്പ് 8 തന്നെ വന്ന് 7ാം സ്ഥാനവും കൊണ്ട് നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയവരാണ്. അവർക്കാണ് ഈ പണി കൊടുത്തത് എന്ന കാര്യം നോക്കണം. ഇവരുടെ കുതിപ്പിൻ്റെ കണക്കൊന്ന് നോക്കിയാൽ മതി. മാഞ്ചസ്റ്റർ സിറ്റിയെ 3-1 തോൽപ്പിച്ചു, അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-1 തോൽപ്പിച്ചു, ഇന്റർ മിലാനെ ആദ്യ പാദത്തിൽ 3-1 തോൽപ്പിച്ചു, 2ാം പാദത്തിൽ 2-1 തോൽപ്പിച്ചു. ഇതാ സ്പോർട്ടിംഗ് CPയെ പ്രീ ക്വാർട്ടറിൻ്റെ ആദ്യ പാദത്തിൽ 3-0 തോൽപ്പിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു കുതിപ്പാണിത്. ഇതിന് കൈയടിച്ച് പറ്റൂ. ഫുട്ബോൾ ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ഈ മാജിക്കൽ പെർഫോമൻസ്. ബോഡോയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ കളിയുടെ 32ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ബേൺസ്റ്റഡ് ഫെറ്റാണ് ആദ്യ ഗോൾ ബോഡോ ഗ്ലിംറ്റിനായിട്ട് നേടുന്നത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ബ്ലോംബർഗിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ ലീഡായി. പിന്നീട് 2ാം പകുതിയിൽ 72ാമത്തെ മിനിറ്റിലാണ് കാസ്പർ ഹോവിൻ്റെ ഗോൾ പിറക്കുന്നത്. 3-0 തകർപ്പൻ വിജയത്തിലേക്ക് അത് വഴിവെച്ചു. കളിയിൽ സ്പോർട്ടിങ്ങിനും അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഇനി 2ാം പാദത്തിൽ സ്വന്തം മൈതാനത്ത് വെച്ച് സ്പോർട്ടിംഗ് മടങ്ങി വരുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ ചരിത്രം പിറക്കും. ക്വാർട്ടർ ഫൈനലിലേക്ക് ബോഡോ ഗ്ലിംറ്റ് കടന്നു പോകും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.